ഒന്നേതായാലും നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക പച്ചടി, വെള്ളരിക്ക മാത്രം ചേർത്തിട്ടുള്ള, തൈരൊക്കെ ചേർത്തിട്ടുള്ള പച്ചടി. പിന്നെ കത്രിക്ക കൊണ്ട് നമ്മൾ മെഴുക്ക് വരട്ടി അല്ല ഉണ്ടാക്കുന്നത്, മസാല, അതായത് ഉള്ളി തക്കാളി അതൊക്കെ ചേർത്തിട്ടുള്ള മസാല കറി പോലെ തന്നെ കുറച്ചൊരു കട്ടയായിട്ട്, അതാണ് പിന്നെ ഒന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കലില്ല ഇത് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ മ്യൂസിക് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം വെള്ളരിക്ക പച്ചടിക്കുള്ള തേങ്ങ ചിരകിയത് ഇത് അരച്ചെടുക്കണം. പിന്നെ പച്ചക്കടുക്, തൈര് ചേർത്തിട്ടുണ്ട്, പച്ചമുളകും, ഇത്രയും നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതോടെ അരച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വെള്ളരിക്ക ഒരു വലിയൊരു വെള്ളരിക്ക ഉണ്ട്, ഒരു പാകം വലുപ്പത്തിലുള്ള, പിന്നെ ചെറിയ കഷ്ണമുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് എടുക്കുന്നത്. അതിൽ പിന്നെ വെച്ചാൽ വെള്ളരിക്ക തന്നെയല്ലേ ഉള്ളൂ, വെള്ളരിക്ക പച്ചടിയല്ലേ, ഇതന്നെയല്ലേ കഷ്ണമുള്ളൂ. പിന്നെ ഏതായാലും നമുക്ക് പച്ചടിയാണ് വെള്ളരിക്കേൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കത്രിക്ക മസാല കറി. ഇത് കഴിഞ്ഞിട്ട് വേണം അതുണ്ടാക്കാൻ. ഇനിയിപ്പോൾ ഒക്കെ തോലൊക്കെ ചെത്തി കഴുകി ഇനിയിപ്പോൾ ഇത് നമുക്ക് നുറുക്കാം. ഇതാ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഉപ്പ് ലേശം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം. ഇനി ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ വെന്ത് ഒക്കെ പാകത്തിനായിട്ട് വന്നു. ഒക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരച്ചത് അതിന് ചേർക്കാം. അധികം വെള്ളമില്ലാതെ കുറച്ച് കട്ടയായിട്ട് തന്നെ എന്തായാലും കഴിക്കാൻ നേരത്തേക്ക് ആവും ചെയ്യുമല്ലോ, കുറുക്കും ചെയ്യും. അധികം വെള്ളമില്ലാതെ. ഇനി കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക് അത് വറവിടണം. അപ്പം നമ്മളെ വെള്ളരിക്ക പച്ചടി വിടണ്ടി. ഇനി നമുക്ക് വഴുതനങ്ങയും തക്കാളി ഉള്ളിയൊക്കെ കൂടി ചേർത്തുള്ള ഒരു മസാല, ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുക്കി ഉണ്ടാക്കിയിട്ടുള്ള മസാലക്കറി അത് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നമുക്ക് കത്തിരിക്ക 4 ഇതങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കലില്ല. ഇങ്ങനെ ഇത് മസാല ആയിട്ട് ഞങ്ങളെപ്പോഴും ചില മെഴുക്ക് വരട്ടി അങ്ങനെ ഉണ്ടാക്കൽ കത്തിരിക്ക. അപ്പോൾ ഇത് ഇന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ തൈരൊക്കെ ഒഴിച്ചുള്ള പച്ചടി, അതിൻ്റെ കൂടെ ഇത് രസമാണ്. ഇത് എരിവുള്ളത്, മറ്റേതിന് പുളിയുള്ളതല്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒന്നുകൊണ്ട് ശരിയാവും, 2 തരത്തിലുള്ള രുചി. ഇതിലേക്ക് പിന്നെ നമുക്ക് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വലിയ ഉള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി ഉണ്ട്. ഇതൊക്കെ വഴറ്റി സാധാരണ നമ്മളൊരു ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അങ്ങനെയാണ്.
എന്താ ഒക്കെ ഇവിടെ നുറുക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി പച്ചമുളക് അരിഞ്ഞത് അത് നന്നാക്കിയെടുത്ത് വഴറ്റി എടുക്കാം. പിന്നെ നമുക്ക് തക്കാളി ചേർക്കാം. ഇതാ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, 3 പൊടികളും ചേർത്ത് നന്നാക്കി ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ ഗരം മസാല അതും ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഇളക്കി നമുക്ക് കത്തിരിക്ക അതിൽ ചേർക്കാം. നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ കത്തിരിക്കയിൽ കഷ്ണങ്ങളിൽ. ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുത്തു നല്ല പോലെ, ചെറിയൊരു വെള്ളത്തിൽ, കുറഞ്ഞ വെള്ളത്തിൽ അത് വേവിച്ചെടുത്ത് നല്ല പോലെ തന്നെ ഉണ്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോൾ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഏതായാലും ഇന്ന് നല്ല ഗംഭീര മഴയാണ്. എന്നാലും ഊണ് കഴിക്കേ. നമ്മളെ വെള്ളരിക്ക പച്ചടി കൊടുക്കാം അമ്മയ്ക്ക്. പിന്നെ അന്ന് കടുമാങ്ങണ്ട്, പിന്നെ കത്തിരിക്ക മസാല കറി, പിന്നെ പപ്പടം കാച്ചിയതുണ്ട്. നല്ല രസമുള്ളൊരു ഊണ്. പിന്നെ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഇന്ന്. മഴയൊക്കെ പെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ മസാലക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.